രണ്ട് കാര്യമാണ്. ഒന്ന്, നിങ്ങൾ ക്രമം പ്രാപിക്കുക. രണ്ടാമത്, ക്രമം കെട്ടവരുടെ അടുത്ത് എന്ത് ചെയ്യില്ല, നടക്കല്ല, സ്റ്റേ അവേ ഫ്രം ദം. എന്നിട്ട് പൗലോസിന് അവിടെ എല്ലാം പറയാനുള്ള, ഞങ്ങളെ കണ്ട് പഠിപ്പീൻ. അന്നൊരു ആദ്യ കാലഘട്ടമാണ്. ആരെ കണ്ട് ആ ക്രമം പഠിക്കേണ്ടത്? പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലെ ക്രമം എന്തുവാ? നമ്മുടെ കൂട്ട് റിട്ടേൺ ബൈബിളില്ല. അവർക്ക് ലേഖനം എഴുതുന്നേ ഉള്ളൂ. തെസ്സലോനിക്കർക്ക് രണ്ടാമത്തെ എഴുതുന്നത്. മറ്റുള്ളവർക്കൊക്കെ എഴുതിയ ലേഖനങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. അതൊക്കെ പിന്നീടല്ലേ ബൈബിളായിട്ടൊക്കെ പബ്ലിഷ് ചെയ്ത്. അപ്പം പണ്ടൊക്കെ ഉപദേശിച്ചതൊക്കെ. അതുകൊണ്ട് പൗലോസ് പറയുന്ന പിന്നെ ഒരു കാര്യമാണ് അവരോട് പറയുന്നത്. ഞങ്ങളെ 6-ാമത്തെ വാക്യം കൂടി വായിച്ചിട്ട്, സഹോദരന്മാരെ, നിങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ഐ കമാൻഡ് യു. അത് ഇറ്റ്സ് നീഡഡ്, ഇറ്റ്സ് സോ ഏർജൻറ്റ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പ്ലീസ് നിങ്ങൾ അങ്ങനെ നടക്കണം എന്ന് റിക്വസ്റ്റ് അല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം. അത് ക്ലിയറാ, വ്യക്തമാക്കുക. അതുകൊണ്ടല്ലേ പൗലോസ് പലപ്പോഴും പറയാം, നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഞാൻ ഒട്ടും മറച്ചു വെക്കുന്നില്ല, അല്ലെങ്കിൽ സാത്താൻ കയറി നിങ്ങളുടെ ജീവിതത്തിൽ കളിക്കും. അതുകൊണ്ട് ക്രമം കെട്ടവരിൽ നിന്ന് വിട്ടു നടക്കുവാൻ അവരുമായിട്ട് കൂട്ടായ്മ കൂടല്ല. എന്നിട്ട് 7-ാമത്തെ വാക്യം, ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. ആ പാറ്റേൺ ആരെ കണ്ട് പഠിക്കണം? പറയാൻ പറ്റുമോ നമുക്ക്? അയൽവക്കക്കാരുടെ മുമ്പിൽ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ ഏതൊക്കെ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട് പറയാൻ പറ്റുമോ? എന്നെ കണ്ട്. ദേശത്ത് പറയാൻ പറ്റുമോ? കവലയിൽ നിന്ന് പറയാൻ പറ്റുമോ? ദൂരെ പോയിരുന്ന് പറയാൻ. അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം ലാസ്റ്റ് ഞങ്ങൾക്ക് കാസർഗോഡ് മീറ്റിംഗ് ഉണ്ട്. കാസർഗോഡ് കവലയിൽ പോയി നമുക്ക് പറയാം. കാസർഗോഡ് അങ്ങ് മംഗലാപുരം ബോർഡറിൽ കിടക്കുന്നു, കാഞ്ഞങ്ങാടും ഒക്കെ. അവിടെ പോയിരുന്ന് ഞാൻ കർത്താവിനോട് നിൽക്കുന്നു എന്നൊക്കെ പറയാം. നമ്മുടെ ദേശത്ത് നമ്മുടെ റോട്ടിലോട്ട് ഇറങ്ങി എന്നെ കണ്ടു പഠിപ്പീൻ, സൗമ്യത എന്നെ കണ്ടു പഠിപ്പീൻ, ക്ഷമിക്കുന്ന അവസ്ഥ എന്നെ കണ്ടു പഠിപ്പീൻ, സ്നേഹിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുന്ന അതിലൊക്കെ പറയാൻ പറ്റുമോ? എന്നെ കണ്ടു പഠിപ്പീൻ. വചനത്തിന്റെ ഒരു ക്രമം പൗലോസിന് പ്രാഗൽഭ്യത്തോട് പറയാൻ പറ്റുന്നു. 8-ാമത്തെ വാക്യം, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, ക്രമം കെട്ടവർ, വാക്ക് ഇൻ ഓർഡർ എന്നൊരു ഉപദേശം പറഞ്ഞിട്ട് ദുഷ്ടഹൃദയം. 2 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആദ്യത്തെ വാക്കിൽ നിന്ന് പഠിച്ചു. ഒന്ന്, ഒരു ദുഷ്ടഹൃദയം. ഞാൻ പറഞ്ഞില്ലേ, എന്തിന് ഞാൻ വേറൊരാളെ സഹായിക്കുന്നു, എന്ത് ഞാൻ വേറൊരാളെ ശുശ്രൂഷിക്കും, എൻ്റെ കാര്യം. ആ ഹൃദയത്തെ എന്തുവാ ആ ദുഷ്ടനും മടിയനുമായ ദാസൻ എന്തുവാ പറഞ്ഞ? യജമാനന് പോലും യജമാനു വേണ്ടി ഞാൻ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ച ഒരു ദുഷ്ടഹൃദയം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പണിതിട്ട് യജമാനൻ നന്നാകണ്ട, അതല്ലേ താൻ ചിന്തിച്ച? ഞാനങ്ങനെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് ആ യജമാൻ, അതുകൊണ്ടാണ് ആ താലന്തെടുത്ത് കുഴിച്ചിട്ടത്. ആ ഹൃദയത്തെയാണ് ദുഷ്ടഹൃദയം എന്ന് പറയുന്നത്. അങ്ങനെ ദുഷ്ടഹൃദയമുള്ള ദുഷ്ടന്മാരിൽ നിന്നും ഈ ക്രമം കെട്ട് നടക്കുന്ന കർത്താവ് നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ എന്നൊക്കെയാണ് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇവിടെ വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നു, മടി ആണ് അടുത്തത്, ലേസിനെസ്. ഇവിടെ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ, പല കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ എത്ര കഷ്ടപ്പെട്ടു ശുശ്രൂഷയുടെ ആവശ്യത്തിനും ഞങ്ങളുടെ ആവശ്യത്തിനും ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അധ്വാനിക്കാത്തവരും പണിയെടുക്കാത്തവരും ആ സഭയിലുണ്ട്. ഈ ഒരു സഭയിൽ നിന്ന് ദൈവകൃപ മാറിപ്പോകാൻ, ഒരു സഭയിൽ ആ ക്രിസ്തുവിൻ്റെ പാറ്റേണിൽ നിന്ന് മാറിപ്പോകുവാൻ, ഒരു സഭ ദേശത്ത് ഒരു നല്ല മാതൃകയായിട്ട് നിൽക്കേണ്ടപ്പോൾ അതിൽ നിന്നൊക്കെ മാറിപ്പോകുവാൻ തെസ്സലോനിക്കർ സഭയിൽ സാത്താൻ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് കാണിക്കുന്ന 3 കാര്യങ്ങളാണ് ഹൈലൈറ്റ് എന്ന് ഈ അവസാനത്തെ അധ്യായത്തിൽ. ഈ അധ്യായം കൂടി പറഞ്ഞ് അതേ ഉള്ളൂ നമ്മൾ ബൈബിളിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ 3-ാമത്തെ കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത് ദുഷ്ടഹൃദയവും മടി. ഇവിടെ ഈ മടി, ദുഷ്ടഹൃദയമൊക്കെ ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഈ മടിയുടെ ഒരു പ്രത്യേകത, 100 എക്സ്ക്യൂസ് പറയുമില്ലേ? നമ്മൾ ഇനി അതിൻ്റെ ശരിക്കുള്ള ഫാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അതിന് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാലും ഇനി ആരെങ്കിലും നമ്മളോട് പറഞ്ഞാലും അതിന് പോകാൻ പറ്റാതെ, അത് ചെയ്യാൻ കഴിയാതെ നമ്മൾ 100 എക്സ്ക്യൂസ് പറയും. അതെന്തോ ശരിക്കും എനിക്കത് ചെയ്യുവാൻ അതിന് വലിയ താല്പര്യമില്ല. പക്ഷെ താല്പര്യമുള്ള വിഷയത്തിന് സമയത്തിന് മുൻപേ തലേദിവസം ഉറങ്ങത്തേ ഇല്ല. വി ആർ സോ എക്സൈറ്റഡ്.
താല്പര്യമുള്ള വിഷയത്തിന് സമയത്തിന് മുമ്പേ നമ്മൾ അവിടെ ചെല്ലും. നമ്മൾ റെഡിയാണ്. താല്പര്യമില്ലാത്ത വിഷയം, എനിക്കത് നമ്മുടെ ഇത് മൂന്നാമത്തെ ദാസൻ്റെ 100 എക്സ്ക്യൂസാണ്. അതാ കാരണം, ഇതാ കാരണം, അത് അങ്ങനെ വന്നു, ആരാണ്ട് ഇങ്ങനെ വന്നു, അപ്പോഴത്തേക്ക് അവിടെ പോയി ആ ക്ഷീണമാണ്. 100 എക്സ്ക്യൂസാണ്. ഞാനും പറയും, നിങ്ങളും പറയും. ഈ എക്സ്ക്യൂസ് പറയുന്നത്, പെട്ടെന്ന് എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടുന്നത് മനുഷിക ജഡത്തിലുള്ള ഒരു സ്വഭാവമാണ്, ഈ മണ്ണിൻ്റെ സ്വഭാവമാണ്. അതെല്ലാ മനുഷ്യരിലും ഉണ്ട്, എനിക്കും ഉണ്ട്, നിങ്ങൾക്കും കാണും. പക്ഷെ താല്പര്യമുള്ള വിഷയം. അപ്പം നമുക്ക് ശരിക്കും ദൈവിക കാര്യത്തിന് പക്ഷേ ദൈവം ആരെയൊക്കെയാണ് തിരഞ്ഞെടുത്തത്? നമുക്ക് ബൈബിളിൻ്റെ അകത്ത് തന്നെ എന്ത് വേണ്ടി യോനായോട് പറഞ്ഞു, നിനവേ പോയി, അയ്യോ അവിടെ ചെന്നാൽ അവരെന്നെ കൊല്ലും, അവിടെ ചെന്നാൽ അവരെ സ്വീകരിക്കത്തില്ല, അവരെന്നെ നിന്ദിക്കും, എന്തൊക്കെയാണ് തൻ്റെ എക്സ്ക്യൂസ്. അവിടെ താൻ എന്ത് ചെയ്തു? നേരെ പോയി ബോട്ടിൻ്റെ അടുത്തിൽ പോയി താനങ്ങ് പാത്തിരുന്നു. രക്ഷപ്പെട്ടല്ലോ. ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചാൽ, ദൈവം ഒരു കാര്യം സംസാരിച്ചാൽ അവിടെ നിന്ന് പുകച്ച് നിന്നെ ഇറക്കും. മീനിൻ്റെ വയറ്റിൽ ആസിഡ്, പെരുമ്പാമ്പിൻ്റെ വയറ്റിൽ കിടക്കുന്ന പോലെയാണ് ആ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നത്. പെരുമ്പാമ്പിൻ്റെ കീറി എടുക്കുന്ന കണ്ടിട്ടില്ല, നീലിച്ച്. അതുപോലെ യോന അവസാനം നീലിച്ചായിരിക്കും ആസിഡിന് വെന്തിറങ്ങി മീൻ കൊണ്ടുവന്നിട്ട് നിനവയുടെ അടുത്ത് കൊണ്ട് ഛർദ്ദിച്ച് കളഞ്ഞിട്ട് എങ്ങനെയോ കരയ്ക്കടിഞ്ഞു. നീന്താനൊന്നും പറ്റത്തില്ലല്ലോ, ഈ ആസിഡിൻ്റെ അകത്ത് കിടന്ന് പൊള്ളിയോനല്ലേ. ഇനി എന്ത് ചെയ്യുക? ഞാൻ ഏൽപ്പിച്ച കാര്യം ആദ്യത്തെ കർത്താവ് എന്ത് ചെയ്യും? മൂക്കൊണ്ട് ഇക്ഷ വരപ്പിച്ചിട്ട് നിന്നെ എയിൽ അവിടെ കൊണ്ട് പോയിന്റ് നമ്പർ 1 അവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഒരു ദൈവം ഏൽപ്പിച്ച ഒരു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അല്ല പിന്നെ അവസാനം കർത്താവ് തള്ളിക്കളയും നിത്യ ന്യായവിധിക്കായിട്ട്. അങ്ങനെയാണ് അവിടെ യോന പറഞ്ഞ എക്സ്ക്യൂസോ നമുക്കറിയാം. ഏലിയാവ് പറഞ്ഞ എക്സ്ക്യൂസോ ഒത്തിരി എക്സ്ക്യൂസാണ്. ഈസബേലിനെ ഭയന്നിരുന്ന സമയമുണ്ട്, ആഹാബിൻ്റെ എക്സ്ക്യൂസ് പറഞ്ഞ സമയമുണ്ട്. ആ മരത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ഇരുന്ന് തണലിന് അവിടെ ഇരുന്നു. ലാസ്റ്റ് ആ മരം ഉണങ്ങിപ്പോയപ്പോൾ അതിനെയും ചീത്ത വിളിച്ച് ആ എക്സ്ക്യൂസൊക്കെ നിങ്ങൾ കേട്ടില്ലേ? കർത്താവ് എന്തുവാ പറഞ്ഞത്? എന്നാൽ മോൻ എന്ത് ക്ഷീണമാണോ? നമ്മളൊക്കെ മക്കളോട് എന്ത് പറയാം? മോൻ ക്ഷീണമാണോ? എന്നാൽ എന്ത് ചെയ്യേ? വേണ്ട. നിന്നെക്കൊണ്ട് പറ്റുന്നില്ലേ? വേണ്ട. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? കർത്താവ് അങ്ങനെയാണോ പറഞ്ഞത്? നിന്നെക്കൊണ്ട് പറ്റുന്നില്ലേ? വേണ്ട എന്നാണല്ലേ. നിന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാ? ഏൽപ്പിച്ച കർത്താവിന് അറിയാം അതിനാവശ്യമായ ബലം തരാൻ. വെയിലാ, ക്ഷീണമാ, ഏലിയാവിനപ്പം പ്രായമുണ്ട് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്നും കർത്താവിന് അതൊരു വിഷയമല്ലല്ലോ. 99-ാമത്തെ 100-ാമത്തെ വയസ്സിൽ എബ്രഹാമിന് സാറയ്ക്കും മക്കളെ കൊടുക്കാൻ പറ്റുന്ന കർത്താവിനാണോ 30-ാം വയസ്സിലെ ബലം കൊടുത്തില്ലേ എബ്രഹാമിനും സാറയ്ക്കും? ആ കർത്താവിൻ്റെ അടുത്ത ഏലിയാവ് എക്സ്ക്യൂസും പറഞ്ഞോണ്ട്, നീ എഴുന്നേക്ക, ഭക്ഷണം കഴിക്കുക, ഗെറ്റ് റെഡി, ബെൽറ്റ് മുറുക്കുക. അറിയാമല്ലോ, നൈറ്റി പോലത്തെ ഡ്രസ്സല്ലേ അത്. യാത്രയുള്ളപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ബെൽറ്റ് മുറുക്കുന്നത്. ടൈറ്റൻ യുവർ ബെൽറ്റ്. എനിക്ക് ഒത്തിരി യാത്രയുണ്ട് എനിക്ക് വേണ്ടി ചെയ്യുവാൻ. നമ്മൾ ഈ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് പകൽക്കാലം നമ്മളോട് കർത്താവ് പറയുന്നത്, നിൻ്റെ എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട, എനിക്കിനി ഒത്തിരി സ്വർഗരാജ്യത്തിന് വേണ്ടി ചെയ്യുവാനുണ്ട്. നിനക്ക് മനസ്സുണ്ടോ? മനസ്സില്ലെങ്കിൽ അവസാനം കർത്താവ് പറയുന്നത് എന്തുവാ? ഗെറ്റ് അവേ ഫ്രം മീ. ഞാൻ നിന്നെ, കർത്താവിന് വേണ്ടി നിൽക്കാൻ മനസ്സില്ലാത്തവനെ കർത്താവിന് അറിയത്തില്ല. ദൈവം അത് പറയും. ദൈവത്തിന് ഒരു സോഫ്റ്റ് കോർണറും ഇല്ല. നമുക്കാ നമ്മുടെ മക്കളോട് സോഫ്റ്റ് കോർണർ. ദൈവത്തിന് ഒരു പ്രിയ മക്കളൊക്കെയാ അനുസരിക്കുന്നെങ്കിൽ, ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെൻറ്റ്സ്. എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നീ ഞാൻ പറയുന്ന പ്രമാണം എന്ത് ചെയ്യും? അനുസരിക്കും. അനുസരിക്കാൻ പറ്റാത്തവരുമായിട്ട് കർത്താവിന് ഒരു ബന്ധവും ആഗ്രഹിക്കുന്നില്ല. മണവാട്ടി പോട്ട് ആ ഏറിയ പ്രവേശിക്കത്തില്ല. ആ ന്യായവിധൂസത്തിലേ അറിയത്തുള്ളൂ. ഞാനും അങ്ങനെ ആകാതെ നിങ്ങളും അങ്ങനെ ആയിത്തീരാ. നമ്മളിവിടെ കണ്ടു, ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി എക്സ്ക്യൂസ് പറയുന്നു. ആ കനാനൊന്ന് ഉറ്റു നോക്കാൻ പോയ 12 പേരുടെ അകത്ത് 10 പേരും പറഞ്ഞ് എന്തുവാ? ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവരുടെ മുമ്പിൽ വെട്ടിക്കിളി പോലെ അവരുടെ സൈസും അവരുടെ ഭാവവും ഒക്കെ. ചിലർ ഇപ്പോഴും അങ്ങനെ ദൈവമക്കൾ പലരുടെ അടുത്ത് ഒന്ന് കർത്താവിനെ പറ്റി പറയാൻ, യോ അവർ വലിയ ആൾക്കാരാ. ഇതുപോലെ ആ 10 പേര് പറഞ്ഞ പോലെ ഞങ്ങൾ അവരുടെ മുമ്പിൽ എന്തായി തീർന്നു? കാര്യം ഞങ്ങൾ വിശ്വാസികളല്ലേ. എൻ്റെ മക്കളെ, എൻ്റെ ദൈവമക്കളെ, ഈ വിശ്വാസികളൊക്കെ പറയുന്നത് എന്തുവാ? നിങ്ങൾ രാജാവിൻ്റെ മക്കളാന്നുള്ള ഒരു നിങ്ങളുടെ പിതാവ് ആരാന്നുള്ളൊരു ബോധ്യമില്ലാത്തവരല്ലേ അങ്ങനെ പറയുന്നത്. യോശുവയും കാലേബും പറഞ്ഞ എന്തുവാ? നമ്മളെ കൊണ്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ലേസിനെസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വർക്ക് ഇറ്റ് ഔട്ട്. ദൈവം നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ചാൽ എന്ത് ചെയ്യണം? അത് ചെയ്ത് തികയ്ക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കർത്താവ് ആഗ്രഹിക്കാത്ത ഈ മടി.
എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഗിദിയോനും ആദ്യം ഒന്ന് പറഞ്ഞൊക്കെ പോയി പറ്റുമോ, കർത്താവ് ബലപ്പെടുത്തി, ദൈവത്തിൽ നിന്ന് ബലമേറ്റെടുത്തു. നമുക്ക് കർത്താവിൻ്റെ സന്ധിയിൽ ഈ ദിവസങ്ങൾ വേണ്ടത് എന്തോ ദൈവമക്കളേതായി. ഭാര്യ നിൽക്കുന്നില്ലേ പോട്ടെന്നേ, ഭർത്താവ് നിൽക്കുന്നില്ലേ പോട്ടെന്നേ, മക്കൾ നിൽക്കുന്ന അവരെ ഇട്ടിട്ട് പോകാനല്ല ഈ പറയുന്നത്. നിങ്ങൾ കാണിക്കുക, ടേക്ക് ദ ലീഡ്, സ്റ്റെപ്പ് മുമ്പോട്ട് എടുക്കുക. അവർ തന്നെ എവിടെ പോകാനാ, അവർ തന്നെ ദേ വിൽ ഫോളോ. കുഞ്ഞുങ്ങളോട് പറ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സന്ധിയിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്ക, അങ്ങനെ അങ്ങ് പറയണം. അതിന് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നേ, ദൈവം നിങ്ങളെ അധികാരപ്പെടുത്തിയിട്ടുണ്ടത് പറയുവാൻ. പൗലോസ് പറയുന്നു, തെസ്സലോനിക്ക സഭയോട് വളരെ ശക്തമായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ മധ്യത്തിൽ ഇതുപോലെ എക്സ്ക്യൂസ് പറയുന്നവരും മടിയുള്ളവരും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾ എത്ര അധ്വാനം. 6-ാമത്തെ വാക്യത്തിലും 7-ാമത്തെ വാക്യത്തിലും ഒക്കെ പറഞ്ഞല്ലോ, ഞങ്ങളെ കണ്ട് പഠിപ്പീൻ. എന്നിട്ടാണ് ഈ അധ്വാനിക്കുന്ന കാര്യത്തിലും അപ്പോസ്തലൻ പറയുമ്പോൾ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാതില്ലേ. ശുശ്രൂഷയുണ്ട്, രാപ്പകൽ ഞങ്ങൾ വേല ചെയ്തിട്ടാണ് ഞങ്ങൾ സുവിശേഷ വേലയും ചെയ്തത്. ഞങ്ങളുടെ എക്സ്പെൻസ് മീറ്റിംഗ് ഞങ്ങൾക്ക് അധികാരമില്ലാത്തതുകൊണ്ടല്ല. രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വന്നതാണ്. ഞങ്ങൾ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത്രയും സമയം ഞങ്ങളുടെ ആരോഗ്യവും എല്ലാം വേസ്റ്റായിപ്പോൾ. ആ സമയം കൂടി കർത്താവിൻ്റെ വേല ചെയ്താൽ അപ്പം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുവാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. അവിടെ എഴുതിയിട്ടില്ലേ, ഞങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളുടെ സൈഡിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്കുള്ളത് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അധികാരമുണ്ട്. എങ്കിൽ പോലും നിങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ വന്നപ്പോൾ രാപ്പകൽ അധ്വാനിച്ച് വേല, ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്കറിയാമല്ലോ, പൗലോസ് വലിയൊരു സ്ഥാനമുള്ളവനാണ്. സന്നദ്ധൻ സംഘത്തിൽ മാത്രമല്ല, തൻ്റെ ദൗത്യം, തൻ്റെ ജോലി, തൻ്റെ ഓഫീസ്, തൻ്റെ കുടുംബ ബിസിനസ് എല്ലാം വലിയൊരു ഓഫീസ് ഉണ്ടായിരുന്ന പൗലോസ് ആ ജോലിയല്ല ചെയ്തത്. അപ്പോസ്തലൻ ചെയ്തത് എന്തുവാ? നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ അറിയാം, ഇവിടെയൊക്കെയല്ലേ നമുക്ക് ഏത് സമയത്ത് ചെന്നാലും ഒരു ജോലി. ഇവിടെ സീസണൽ കൃഷി ഇല്ലല്ലോ, കൃഷിയേ ഇല്ലല്ലോ. നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ അങ്ങനല്ല, ഗ്രാമക്കാരെല്ലാം കൂടെ അടുത്തൊരു ജില്ലയിൽ ടുബാക്കോയുടെ കൃഷിയാണ്, എല്ലാം കൂടെ അങ്ങോട്ട് യാത്ര ചെയ്യും. അടുത്തൊരു ജില്ലയിൽ ജവാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോണോ മില്ലറ്റോ എന്തെങ്കിലും ആണ്, അങ്ങെല്ലാം കൂടെ അങ്ങോട്ട്. ആ സമയത്ത് ഇവിടെ ഒന്നും ആരും കാണത്തില്ല, പണിയെടുക്കുന്നവർ മുഴുവനും യാത്ര ചെയ്ത. ആ സമയത്ത് ദേവദാസന്മാരൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ വിശ്വാസികളെല്ലാം പോയിരിക്കുക, കാര്യം ജോലി കിട്ടണ്ടേ. 3 മാസം പിന്നെ ആ ജോവാറിൻ്റെ കൃഷിയോ വേറെ വല്ലോ കോണോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവാം. കാര്യം സീസണൽ ജോലിയാണ്. അപ്പോൾ ഒരിടത്ത് ചെല്ലുമ്പോൾ കൊട്ടന ഉണ്ടാക്കുന്ന ജോലിയാണ് അപ്പോസ്തലൻ എന്ത് ചെയ്യും? അവരുടെ കൂടെ ഇരുന്ന് വേറെടുത്ത് ചെല്ലുമ്പോൾ വേറെ ജോലിയാണെങ്കിൽ, ടെൻ്റ് ഉണ്ടാക്കുന്ന ജോലിയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? കൂടാരപ്പണി, സാധാരണ പണിയാണ് ചെയ്യുന്നത്, ലേബർ വർക്കാണ് ചെയ്യുന്നത്. സ്കിൽഡ് ഒന്നും പൗലോസ് ഇതൊന്നും ട്രെയിൻഡ് ഒന്നും അല്ല, പണി പഠിച്ച് ചെയ്യുക. എന്തിനാ? ടു സപ്പോർട്ട് ഹിംസെൽഫ്. ആദ്യത്തെ കാര്യം അപ്പോസ്തലൻ പറയുക, ചില സ്ഥലത്തെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, ഇവിടെ തെസ്സലോനിക്ക ദേശത്ത് ചെയ്തു. അതിൻ്റെ പ്രധാന ഒരു കാര്യം ബോൾഡായിട്ട് എന്ത് ചെയ്യാം? കറക്റ്റ് ചെയ്യാം അവരെ. അവരുടെ ചിലവിൽ ജീവിക്കുമ്പോൾ, അവരുടെ ചിലവിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, സ്തോത്രം അല്ല, അവരെ കറക്റ്റ് ചെയ്യുവാൻ ഒരു പ്രോബ്ലം വരും. മനുഷ്യനല്ലേ, ഒരാൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ, അയ്യോ നാളെ ഞാൻ അവരെ കറക്റ്റ് ചെയ്താൽ അവർ സഭയിൽ നിന്ന് പോയാൽ പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ ഫീസ് എന്തായിത്തീരും, പെട്ടെന്ന് വേറൊരു വിഷയം എന്തായിത്തീരും. അതുകൊണ്ട് അവർ അങ്ങനെ കൊരിന്ത്യ സഭയിലൊക്കെ പറ്റിയത്. ആരാണ്ട് ഒരു നല്ലപോലെ ഒരു ബിഗ് ഷോട്ടായിരുന്നു അവിടെ. ഈ പാപം ചെയ്യുന്നവനും സ്വന്തം അപ്പൻ്റെ ഭാര്യയെ വരെ വെച്ചു, പല പാപങ്ങളായി. അവസാനത്തെ വലിയ പാപമാണ് പൗലോസ് അവിടെ എഴുതിയേക്കുന്നത്. ദൈവദാസനായിട്ട് എതിരെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഒരു തീരുമാനമെടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് തെറ്റാ എന്ന് പറയാൻ പറ്റിയില്ല. അപ്പോസ്തലൻ ദൂരെ ഇരുന്ന് വേറൊരു രാജ്യത്തിൽ ഇരുന്നിട്ട് ശക്തമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ എഴുതിയതാണ്, ആ മനുഷ്യനെ നിങ്ങളുടെ സഭയിൽ നിന്ന് പുറത്തു കള, അല്ലെങ്കിൽ ഈ പാപം സഭയിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യും എന്ന് പറഞ്ഞ് എഴുതുവാൻ കാരണം. ഇവിടെ എഴുതിയിരിക്കുന്ന നിങ്ങളെ കറക്റ്റ് ചെയ്യുവാനും പ്രാഗൽഭ്യത്തോടുകൂടി ദൈവം തരുന്നത് അതുപോലെ ശുശ്രൂഷിക്കാമല്ലോ. കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന് ശുശ്രൂഷയുടെ നന്മയ്ക്കായിട്ട്, രണ്ടാമത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ. ആ കരുതലൊന്ന് നോക്കിയേ. ഞാൻ ഈ കോവിഡ് സമയത്ത് ഞാൻ ഓർക്കുന്നു, എല്ലാവരും കഷ്ടത്തിലായി, എല്ലാവരെയും ജോലി പോയി. ചിലർക്ക് വർക്ക് ഫ്രം ഹോം പകുതി ശമ്പളത്തിൽ ഉണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്തു? അപ്പം നമ്മൾ വർക്ക് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് എല്ലാം ജോലി പോയി. ആ സമയത്ത് ദൈവദാസന്മാരുടെ കാര്യം അതിലും കഷ്ടമായിരുന്നു. വേറൊന്നുമല്ല, ആ സമയത്ത് വിശ്വാസികളുടെ ഒരു ഫീഡ്ബാക്ക് പലരും പറഞ്ഞ കാര്യം, ഞങ്ങൾ തന്നെ കഷ്ടത്തിലാണ്, പിന്നെ ഞങ്ങൾക്ക് ദേവദാസന്മാർക്കൂടെ കൊടുക്കാൻ അല്ലെ അവരെയും കൂടി സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാതായിപ്പോയി. അങ്ങനെ ഒരു അനുഭവമായിരുന്നു ആ സമയം. അപ്പം ഇവിടെയൊക്കെ ആദ്യകാലത്തെ അനുഭവങ്ങളാണ്. വിശ്വാസത്തിൽ വരുമ്പോൾ ഒത്തിരി വില കൊടുത്ത് നിൽക്കുവാൻ, പിന്നെ ദൈവദാസനെയും ദൈവവേലയും കൂടി സപ്പോർട്ട് ചെയ്യുവാനുള്ള ഒരു അനുഭവത്തിലല്ല. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് 9-ാമത്തെ വാക്യത്തിൽ. പ്രയാസത്തോടും കൂടെ രാത്രി വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. ഞങ്ങൾക്ക് വേണേ
ജോലി ചെയ്യാം, ജീവിക്കാം, ശുശ്രൂഷ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഒരു നല്ല പോലെ അധ്വാനിച്ചാണ്, വേർത്താണ് ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ ഹാർഡ് വർക്ക്, നിങ്ങളുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് വിശ്വാസികൾ ലോക മനുഷ്യരെക്കാൾ എന്ത് ചെയ്യണം? അധ്വാനിക്കണം, ജോലിക്കാര്യത്തിൽ വിശ്വസ്തരായിരിക്കണം എന്ന് ഒരു മാതൃകയായി തീരുവാൻ വേണ്ടിയാണ്. 10-11. വേറെ ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് കട്ടിയായ വാക്കല്ലേ? നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേറെ ചെയ്യാതെ പലകാലം നോക്കി ക്രമം കെട്ട് നടക്കുന്നുവെന്ന് കേൾക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുക, നിങ്ങളുടെ സഭയിൽ ഞാൻ കേൾക്കുന്നു, റിപ്പോർട്ട് കിട്ടി പലരും എഴുതി, ഒത്തിരി പേരുണ്ട് വിശ്വാസികളായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഈ ദൈവദാസന്മാരും പലരും ഞായറാഴ്ച ഇങ്ങനെ വെള്ള ഷർട്ടൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, വെള്ളിയാഴ്ചയും വെള്ള ഷർട്ടൊക്കെ തേച്ചിട്ട് ഇങ്ങനെ പകൽക്കാലം, മറ്റുള്ള സമയത്ത് ഒന്നും ചെയ്യാത്ത ഒത്തിരി ദൈവദാസന്മാരും ഉണ്ട്. ദൈവം അത് ആഗ്രഹിക്കുന്ന കാര്യമാണ്. വചനത്തിൻ്റെ പ്രമാണം അങ്ങനെ അല്ലെന്നല്ലേ നമ്മളോട് കാണുന്നത്. ദൈവം ഏൽപ്പിക്കും ഓരോ കാര്യങ്ങൾ, അത് നല്ല പോലെ എന്ത് ചെയ്യണം? പണിയെടുക്കണം. പണിയെടുത്ത് കഴിഞ്ഞാൽ, ഞാൻ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ നല്ല പോലെ വേർക്കുന്ന ഒരു വ്യക്തിയാണ്, കുടുംബവും ദൈവമക്കൾ പലരും അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാം, എന്തുണ്ട്? പണിയെടുക്കണം എന്ന് പറയാം. എല്ലാ പണിയും ഞാൻ എടുക്കും, എല്ലാ നല്ല പോലെ വേർക്കും, എല്ലാ ദിവസവും പണിയെടുക്കും. ഇതിവിടും പറയുന്നു. അല്ലാതെ ഒരു ദൈവദാസന് പറയാൻ പറ്റുമോ നിങ്ങൾ അധ്വാനിക്കണം, പണിയെടുക്കുന്നതാണ്? പാസ്റ്ററോട് വെറുതെ പാസനേജിൻ്റെ അകത്ത് ഇരുന്നിട്ടല്ലേ ഞങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് ജീവിതത്തിൽ നിന്ന് പറയുക, ഞങ്ങളെ അനുകരിക്കേണ്ടതിന് വേല ചെയ്യാത്തവൻ എന്ത് ചെയ്യല്ല? തിന്നൽ. ഇച്ചിരി കട്ടിയായിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇച്ചിരി കട്ടിയായിട്ട്. ഇവിടെ എത്ര സദൃശവാക്ക് ഞാൻ പറഞ്ഞാൽ ഒരു വട്ടം ഇതിനെപ്പറ്റി ഒരു ക്ലാസ് ഒരാൾ ഡൗട്ട് ചോദിച്ചപ്പോഴാണ് 20 അതിലും കൂടുതൽ സ്ഥലത്താണ് സദൃശവാക്യത്തിൽ മാത്രം എഴുതിയേക്കുന്നത്. വളരെ കർശനമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മടിയെപ്പറ്റി. ഞാൻ പോലെ ഈ 100 എക്സ്ക്യൂസ് പറഞ്ഞ് പണിയെടുക്കാതിരിക്കാനുള്ള, ഇച്ചിരി പണിയെടുത്ത് ഒത്തിരി കാശുണ്ടാക്കുന്നൊക്കെ ലോകത്തിൻ്റെ വളരെ ചീറ്റിങ്ങിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ദൈവമക്കളെ ബാധിക്കേണ്ട. നമുക്കുള്ളത് തരുന്നത് ആരാണ്? നമുക്കുള്ള കോട്ട തരുന്നത് കർത്താവാണ്. ദൈവം ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യണം. ഇതിൻ്റെ അകത്ത് 2 വശമുണ്ട്. ഇതിൻ്റെ അകത്ത് ചിലരെ പിശാച് പല എന്തൊക്കെയോ കാര്യത്തിൻ്റെ അകത്തും വർക്കിൻ്റെ അകത്തും അങ്ങ് ഡിസ്ട്രാക്ട് ചെയ്ത് കുറേ ഓടുന്നു, അതിൻ്റെ അധ്വാന ഫലമില്ല. അതുമായി തീരല്ല. അങ്ങനെ കുറേ ചെയ്യിപ്പിക്കുന്നുണ്ട്, കുറേ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ സമയമെല്ലാം വൃഥാവായി പോകുന്നു. അങ്ങനെ ആയിട്ടില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ലെറ്റ് എവറിത്തിങ് ബി ഇൻ ഓർഡർ. പരിശുദ്ധാത്മാവിൻ്റെ ഓർഡർ. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവാണ് ആലോചന പകരേണ്ടത്. നമുക്ക് ജോലി തരുന്നതും കർത്താവാണ്. നമ്മൾ അതിൽ വിശ്വസ്തത കാണിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മടിയായിട്ട് അതിന് ചിലർ അവരോടെ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യും? നല്ലപോലെ അധ്വാനിക്കും. ദൈവത്തിൻ്റെ വിഷയം, സ്വർഗരാജ്യത്തിൻ്റെ വിഷയം വരുമ്പോഴോ 100 എക്സ്ക്യൂസ് എന്നല്ല ഞാൻ പറയുന്നത്. ദൈവദാസ് ഞാനല്ലേ ഈ എക്സ്ക്യൂസ് എല്ലാം കേൾക്കുന്നത്. നിങ്ങൾക്ക് അത്രയും കേൾക്കണ്ടല്ലോ. ഈ മനുഷ്യരുടെ മുഴുവൻ എക്സ്ക്യൂസ് കേൾക്കുന്ന, ഇന്ന് രാവിലെയും കൂടി എക്സ്ക്യൂസ് എത്ര പേരുടെ കേട്ടത് ആരാ? ദൈവദാസന്മാരെ വർഷങ്ങളായിട്ട് എക്സ്ക്യൂസ് കേൾക്കുന്നവരാ. എത്ര സംസ്ഥാനവും രാജ്യത്തിൻ്റെ ആൾക്കാർ. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ആരാധനയ്ക്ക് വരാത്ത വിഷയം മാത്രമല്ല, കർത്താവിന് വേണ്ടി ഒന്ന് ധൈര്യമായിട്ട് നിൽക്കുവാൻ കഴിയാത്ത, കർത്താവേ കഴിഞ്ഞില്ല, ഒന്ന് പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയാതെ. ഇനിയും വരുന്നുണ്ട്. ഹാപ്പി ഈസ്റ്ററും പറയുന്നത് എത്ര ദൈവമക്കളാണ് നോക്കിക്കോണം. എല്ലാം നിങ്ങൾക്കറിയാമല്ലോ, അതൊരു ദേവിയുടെ പേരാന്നൊക്കെ അറിയാമല്ലോ. ഞാൻ എല്ലായ്പ്പോഴും ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ആംഗ്ലോ സാക്സൺ ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി, ഐശ്വര്യത്തിൻ്റെ ദേവത, ഒരു ജർമ്മൻ ദേവതയാണ്. ആ ആംഗ്ലോ സാക്സൺ ദേവിയുടെ പേരിലാണ്. അതാണ് ഈസ്റ്ററി. ആ ഓസ്റ്റർ എന്നും അവരുടെ ഭാഷയിൽ അതിൻ്റെ സ്പെല്ലിംഗ് OSTER, ഇംഗ്ലീഷിൽ EASTR. ആ ദേവിയുടെ പേരിൽ പറഞ്ഞുണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു ഐശ്വര്യത്തിൻ്റെ ദേവിയെ. അതുകൊണ്ടാണ് ഈ ഫെബ്രുവരി 15 തൊട്ട് ഏപ്രിൽ 30 വരെ ഇങ്ങനെ ഈസ്റ്റർ ഡേറ്റ് എന്ത് ചെയ്യുന്നത്? കർത്താവിനെ ഉയർത്തെഴുന്നേറ്റ ദിവസമാണെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ പോലെ ഒരു ദിവസം ആകട്ടെ. ഇത് ഈ മൂണിൻ്റെ ഫേസ് അനുസരിച്ച്, ലൂണാർ ഫേസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ ഈദ് പോലെ, അല്ല റംസാനും ഈദും ഒക്കെ പോലെ. നമുക്ക് ചന്ദ്രോത്സവം ഒന്നുമില്ല, നമുക്ക് റോമൻ ദൈവങ്ങളുടെ ഒന്നുമില്ല. ഇവിടെ ഇപ്പോഴും ഉയർപ്പിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞ് എത്ര വിശ്വാസികളാണെന്നറിയാം. ഈസ്റ്റർ സൺഡേയും ഉയർപ്പിൻ്റെ പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്നത്. ഉയർപ്പും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഉത്സവങ്ങളും ഓരോ വേർപാട് പാലിക്കേണ്ട ഏരിയകൾ വരുമ്പോഴാണ് ദൈവമക്കൾ വേർപാട് പാലിക്കുക. കർത്താവ് നമ്മളെ ബലം തരട്ടെ. സ്തോത്രം. ഇവിടെ 10ഉം 11ഉം വായിച്ചില്ലേ? വേല ചെയ്യാത്തവൻ എന്ത് ചെയ്യില്ല? അവൻ ഭക്ഷണം കഴിക്കല്ല. അത് ദൈവത്തിന്. അത് നമ്മുടെ മക്കളോടാണെങ്കിലും എല്ലാവരും. ഞാൻ ഈ അടുത്ത സമയത്ത് ഒത്തിരി കൗൺസിലിംഗ്, ഇന്ന് രാവിലെ ഒത്തിരി പേര് പറയുന്നത്, മക്കൾ ഈ അടുത്ത തലമുറയൊക്കെ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളോട്, എൻ്റെ മക്കളോട് ചോദിച്ചാൽ മതി, മടിയൊക്കെ ആവശ്യത്തിലും അധികമുണ്ട്.
പക്ഷേ ബൈബിൾ പറയുന്ന പ്രമാണം ഞാൻ കറക്റ്റായിട്ട് അനുസരിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയുന്ന കാര്യം, നീ ജോലി ചെയ്തില്ലെങ്കിൽ, ഞാൻ ഏൽപ്പിച്ച ജോലി ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇന്ന് ഉച്ചയ്ക്ക് എന്തില്ല. ഞാൻ അവരുടെ ഭക്ഷണം മുടക്കിയിട്ടുണ്ട് എത്ര പ്രാവശ്യം, ചോദിച്ചു നോക്കുക, എല്ലാവരും സാക്ഷിയാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഞാൻ എൻ്റെ വീട്ടിലത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്കത് കറക്റ്റായിട്ട് പ്രസംഗിക്കാം. വേല ചെയ്യാത്തവൻ എന്ത് ചെയ്യില്ല, ഭക്ഷണം, അതൊരു പ്രമാണമാണ് ദൈവമക്കളെ. തെസ്സലോനിക്ക സഭയോട് പറഞ്ഞ വചനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഒരു പ്രമാണമാണ്. അത് ഭക്ഷണം മുടക്കുമ്പോൾ തന്നെ അടുത്ത പ്രാവശ്യം ജോലി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ചെയ്തോളൂ. അതുകൊണ്ട് അറിയാം, ഇവിടെ ജോലി ചെയ്തില്ല, എന്ത് ചെയ്തില്ല, ഭക്ഷണം മുടക്കും, ഫീസ് മുടക്കും. ഞാൻ ഫീസ് മുടക്കിയിട്ടുണ്ട്. ദൈവമക്കളെ, ഈ ചെയ്യാത്ത പിള്ളേർക്ക് പിന്നെയും ഭക്ഷണം വാരി കൊടുക്കുക, തിന്ന മക്കളെ എന്ന് പറയുന്നതല്ല ദൈവവചനത്തിൻ്റെ പ്രമാണം. അത് ഇച്ചിരി കഴിഞ്ഞിട്ട് എന്തായി തീരും എന്നറിയാമോ? പണിയെടുക്കാത്ത അല്ല ജാതികൾ അധ്വാനിച്ച് ജീവിക്കും. ജാതികൾ അല്ല എത്ര സ്മാർട്ടാണ് ഔട്ട് ദേ. പിള്ളേർ പഠിച്ചാൽ മാത്രം പോരാ. ഇതൊരു ദുഷ്ടഹൃദയമാണ് ബൈബിൾ പറയുന്നത്. ഈ കളിപ്പിച്ച് ജീവിക്കുന്ന, കുറച്ച് പണിയെടുത്ത് കൂടുതൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, ഈ സ്തോത്രം ഏത് കാര്യത്തിനും റെഡിനെസ് ഇല്ലാതെ, കർത്താവ് പറഞ്ഞാലും അങ്ങനെയുള്ള ഒരു എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു ദുഷ്ടഹൃദയമാണ്. ഈ അധ്യായത്തിൻ്റെ അകത്ത് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും വ്യക്തമായിട്ട് നമ്മൾ വേല ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കല്ല. നമ്മൾ ചെയ്യുന്ന വേലയും ഫ്രൂട്ട്ഫുള്ളായി തീരണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുറേ എന്തൊക്കെ ചെയ്തു എന്നല്ല, ഓരോ ദിവസവും നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കണം, അപ്പാ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാൻ ചെയ്യുന്നതൊക്കെ ദൈവനാമ മഹത്വമായി തീരണേ. ഞാൻ ചെയ്യുന്നതൊക്കെ അങ്ങേക്ക് പ്രയോജനമായി തീരണേ. നമ്മുടെ അധ്വാനങ്ങൾ ഫ്രൂട്ട്ഫുള്ളായി തീരണം. നമ്മുടെ ഓട്ടവും അധ്വാനവും ഒക്കെ സ്വർഗരാജ്യത്തിനും പ്രയോജനമായി തീരണം. ദൈവനാമ മഹത്വത്തിനായി തീരണം. എല്ലാത്തിലും ഒരു സത്യം വേണം, എല്ലാത്തിലും ഒരു നീതി വേണം. ആ അനുഗ്രഹം മാത്രമേ നിലനിൽക്കത്തുള്ളൂ എന്ന് വചനം ഓർപ്പിച്ചിട്ടാണ് അതിൻ്റെ ലാസ്റ്റ് വാക്യങ്ങളിൽ 12 വായിച്ചു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. വീണ്ടും ആജ്ഞാപിക്കുക. നേരത്തെ ക്രമം കെട്ടവരുടെ കൂടെ നടക്കല്ല, അവരെ കൂട്ടായ്മ വിട്ടോളാൻ ആജ്ഞാപിച്ച പോലെ തന്നെ വീണ്ടും ആജ്ഞാപിച്ച് പറയുക. അവരുടെ ഒരു മടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറിനോട് ഞങ്ങൾ മീറ്റിങ്ങിൽ ഒന്നിച്ച് കൂടുന്ന ഒരു ഡോക്ടറിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇച്ചിരി എക്സസൈസൊക്കെ ചെയ്യണം ഡോക്ടർ. കാര്യം ഡോക്ടർ ഒരു പരുവത്തിലാണ്, ഡോക്ടറിൻ്റെ കൂട്ടുകാരനും. ഫുഡ് അടിച്ച് കഴിച്ച് ഞങ്ങളെല്ലാവരും ഡിന്നറൊക്കെ ഒന്നിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറിനോട്, വലിയ ഫേമസ് ഡോക്ടറായിട്ടാണല്ലേ, ഞാൻ ഡോക്ടർ എന്നോട് പറയും, എനിക്ക് ഈ വേർപ്പിൻ്റെ അസുഖമുണ്ട്. അതുകൊണ്ട് രാവിലെ എന്ന് വെച്ചാൽ രാവിലെ സൈക്ലിങ്ങും ഓടാനും ഒക്കെ വലിയ മടിയാണ്. എപ്പോഴും AC റൂമിൻ്റെ അകത്തൊക്കെ ഇരിക്കുക. അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ പാച്ചൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുക. ഞാൻ നോക്കിയപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ഷുഗർ സ്പൈക്ക് ചെയ്യുന്നൊന്ന് മൊബൈലെടുത്ത് നോക്കുന്നു. പാച്ചൊക്കെ ഇവിടെ ഒട്ടി, ഇപ്പോഴങ്ങനെയാണല്ലോ, പാച്ചൊക്കെ ഒട്ടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞത് അല്ലല്ല, അധ്വാനിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ അഹോവൃത്തി എങ്ങനെ കഴിക്കണം? ചിലരുടെ ഒരു ക്യാരക്ടറാണ്, അധ്വാനിക്കത്തില്ല, അധ്വാനിക്കാൻ വിഷമമാണ്. അവരെ അങ്ങോട്ട് നീ പണിയെടുത്തില്ലേ എന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല. അവർ ഇത്ര നാൾ അങ്ങനെയൊക്കെയാണ് ശീലിച്ചത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു പദം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സാവധാനത്തോടുകൂടി അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം, മോനെ വേല ചെയ്ത് അപ്പോൾ അല്ലാതെ വേറെ മാർഗമില്ല. ക്രിസ്തീയ ജീവിതം മടിയന്മാരുടെ ഒരു മാർഗമല്ല. ക്രിസ്തീയ ജീവിതം എന്തുവാണ്? അധ്വാനിക്കുന്നവരുടെയും ജ്ഞാനമുള്ളവരുടെയും സ്തോത്ര ദൈവം തരുന്ന ജ്ഞാനത്തെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത്. സ്വർഗീയ ജ്ഞാനത്തോടുകൂടി പരിജ്ഞാനമില്ലാത്തോടൊരു കൂട്ടമല്ല, പരിജ്ഞാനത്തോടെ കൃപയോടുകൂടി, ആ കൃപയ്ക്കകത്തുള്ള ഒരു കാര്യമാണ് അവനോട് സാവധാനത്തോടുകൂടി. വേല ചെയ്യാത്ത ഒരു മടിയന്മാരും എക്സ്ക്യൂസ് പറഞ്ഞിങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്നവർ ഒത്തിരി പേർ തെസ്സലോനിക്ക സഭയിലുണ്ട്. പൗലോസ് ദൈവദാസനോട് പറയുക, സാവധാനത്തോടുകൂടി അവരെ പറഞ്ഞ് 1 2 3 സഭയിൽ നിന്ന് പുറത്തു പോ എന്ന് പറയാനല്ല, അവരോട് സാവധാനത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കുക. ദർ ഇസ് നോ അതർ ഓപ്ഷൻ ബട്ട് ടു വർക്ക് ഹാർഡ്. ക്രിസ്തീയ ജീവിതം എന്തുവാണ് എൻകറേജ് ചെയ്യുന്നത്? മടിയന്മാരെ ഒരു കൂട്ടത്തെ അല്ല സൃഷ്ടിക്കുന്ന. അടുത്ത തലമുറയോട് നമ്മൾ പറയണം, ദൈവം ഏൽപ്പിക്കുന്ന ഏത് ജോലിയാണേലും എന്ത് ചെയ്തോ, ഞാൻ ഇന്നതേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കേണ്ട. ഉയർച്ചകളും താഴ്ചകൾ കൂടും കർത്താവ് നടത്തും ക്രിസ്തീയ ജീവിതത്തിൽ. ആ സമയത്തെല്ലാം കൃപയോടുകൂടി പെറുവെറുപ്പ് കൂടാൻ നിൽക്കണേ. നിങ്ങൾക്കറിയാമോ, ഇവിടെ വലിയ കാര്യമായിട്ട് പഠിച്ച് വെളിയിൽ ചെന്നിട്ട് എന്തോ വെളിയിലുള്ളവർക്ക് അറിയാമല്ലോ, ഏത് പണിയാണേലും എന്ത് ചെയ്യണം, ചെയ്തു. മനസ്സില്ലാതിരുന്ന് പട്ടിണി കിടക്കും, തന്നെ ചെയ്തോളും. എത്ര മലയാളികളാണ് അതിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്കും ചെന്ന ഉടനെ വെളിയിൽ പോയ ഒരു കുടുംബത്തിന്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുടുംബം വെളിയിൽ പോയി.
വെളിയിൽ പോകുമ്പോൾ നമ്മളെന്തുവാ പഠിക്കാൻ പോകുമ്പോൾ നമ്മളെന്തുവാ ചിന്തിക്കുന്നത്? ആദ്യമേ ചെല്ലുന്നതാണ് പഠിക്കുക, അവസാനത്തെ വർഷം ഇച്ചിരി ജോലി, ചെന്ന ഉടനെ ഡ്യൂട്ടി കിട്ടും. ആശുപത്രി നേരെ കയറി പണിയെടുത്തോളാം. എന്തോ ഈ പണി ഇപ്പോൾ അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തവർ പിന്നെ ഏത് പണി എടുക്കേണ്ട? ആശുപത്രിയിൽ ഏത് പണി എടുക്കേണ്ടത്? അവിടുത്തെ ഈ എന്താ ഇതൊക്കെ സ്റ്റൂളൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന തുണിയൊക്കെ വാരി എടുത്തിടുക, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, അവിടുത്തെ വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്യുക. അതല്ലേ ക്ലിനിക്കൽ പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് ഇഞ്ചക്ഷൻ കുത്താൻ കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ ചെന്ന് കയറിയുണ്ടെങ്കിൽ പണി തുടങ്ങി. അങ്ങനെ വെളി രാജ്യങ്ങൾ. അപ്പോൾ ഏത് പണി എടുക്കുവാനും ദൈവമക്കൾക്ക് എന്തുണ്ടാകണം? അങ്ങനെ വേണം അഭിവൃദ്ധി കഴിക്കാൻ, നിൻ്റെ ചിലവ് അങ്ങനെ നടക്കണം എന്ന് പരിശുദ്ധാത്മാവ്. ഈ പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്നൊക്കെ ശരിക്കൊന്ന് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. അതിൻ്റെ ആ പ്രാക്ടിക്കൽ വശം ഒന്ന് പഠിപ്പിച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റിയും കൂടെ അതെന്ത് ചെയ്യും? മാറ്റും. അപ്പം ദൈവം എന്തേൽപ്പിച്ചാലും ചെയ്യുവാനൊരു മനസ്സാണേ. ഏത് കൂട്ടം ആൾക്കാരുടെ ഇടയ്ക്ക് കർത്താവ് അയച്ചാലും, ഏത് കമ്മ്യൂണിറ്റിയോട് എടുത്ത് അയച്ചാലും അവരുടെ കൂടെ താമസിച്ച് ആ താഴ്മയിൽ അവരുടെ കൂടെ നിന്ന്, അവരുടെ കൂടിലായിരിക്കും, ആ റോട്ടിലായിരിക്കും അവർ താമസിച്ചൊക്കെ സുവിശേഷം പറയുവാനുള്ളൊരു മനസ്സാണ് കർത്താവ് ഒരുക്കുന്നത്. ദൈവസന്നിധിയിൽ താഴ്ത്തുന്നവനെ ദൈവം എന്ത് ചെയ്യും? ഉയർത്തും. താഴ്മ പ്രാപിക്കുവാനാണ് കർത്താവ് പറയുന്നത്, അധ്വാനിക്കുവാനാണ് ദൈവം എഴുതിയിരിക്കുന്നത്. 13-ാമത്തെ വാക്യം, നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ഇവിടെ എഴുതിയിരിക്കുക നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത്. അടുത്തൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും നന്നായിട്ട് അധ്വാനിക്കുന്നു, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു, തിരിച്ചെനിക്ക് അതല്ല കിട്ടുന്നത്. ബൈബിൾ എന്തോ പറയുന്നത്? ഞാൻ മറ്റുള്ളവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ തിരിച്ചെനിക്ക് അതല്ല കിട്ടുന്നത്. ബൈബിൾ പറയുന്നു, ഇവിടെ തെസ്സലോനിക്ക സഭ അവരുടെ പല വിഷമങ്ങൾ അവർ കൺവേ ചെയ്തപ്പോൾ അതിനുള്ള മറുപടി പരിശുദ്ധാത്മാവിൽ കൂടി എഴുതുക. ദൈവമക്കളെ, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്താലും ഇല്ലേലും കുഴപ്പമില്ല, മറ്റുള്ളവർ അധ്വാനിച്ചാലും ഇല്ലേലും കുഴപ്പമില്ല. നിന്നോടെന്തോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയണം, നല്ലപോലെ അധ്വാനിച്ച് അഭിവൃദ്ധി കഴിക്കുവാൻ. രണ്ടാമത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ. നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകല്ല. നമ്മൾ നന്മ ചെയ്യുമ്പോഴും തിന്മയായിരിക്കും ഇങ്ങോട്ട് കിട്ടുന്നത്. നിനക്ക് പ്രതിഫലം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് നീ തളർന്നു പോകല്ല. കാരണം ദൈവത്തിന് തൻ്റെ സ്വഭാവം മാറ്റുവാൻ കഴിയത്തില്ല. അതാദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കൾക്കും ആ യേശുവിൻ്റെ ഭാവമല്ലേ, ആ ഭാവം മാറ്റുവാൻ കഴിയത്തുണ്ട്. ലോകം നമ്മളോട് എങ്ങനെ ഇടപെടുന്നു അങ്ങനല്ല നമ്മൾ ഇടപെടേണ്ടത്. ലോകം നമ്മളോട് തിന്മയായിട്ട് ഇടപെട്ടാലും പ്രസംഗിക്കാൻ എന്ത് എളുപ്പമാണെന്നറിയാം. പറഞ്ഞു കേൾക്കാനും നല്ല സുഖമാണ്. ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ, ലോകം നമ്മളോട് വല്ലാതെ റിയാക്ട് ചെയ്യുമ്പോഴും തിരിച്ചവരോട് സ്നേഹിക്കുവാനും നന്മ പ്രവർത്തിക്കുവാനും കഴിയുന്നെങ്കിൽ നിങ്ങൾ ജയാളിയാണ്. അതിനുള്ള കൃപ പ്രാപിക്കാം. 14-ാമത്തെ വാക്യം കൂടി, ഈ ലേഖനത്തിലുള്ള നിങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പിക്കും. സ്ട്രിക്റ്റ് ആക്ഷൻ. കൊരിന്ത്യർ ലേഖനത്തിലും പറയുന്നുണ്ട്, സഹോദരൻ എന്ന് പേര് പറഞ്ഞിട്ട് അവൻ അത്യാഗ്രഹിയോ ദുർനടപ്പുകാരനോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അവനോടുകൂടി കൂട്ടായ്മ അരുത്. ഡോണ്ട് ഈവൻ ഈറ്റ് ഫുഡ് വിത്ത് ഹിം. എല്ലാ ദൈവമക്കളോട് ഫുഡ് കഴിക്കാൻ പോലും പാടില്ല. ഡോണ്ട് ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഹിം എന്നതിൻ്റെ അർത്ഥം കേട്ടോ. എല്ലാ കാര്യത്തിനും ഒന്നും പോകാനും വിളിച്ചതല്ലേ എന്ന് വിചാരിച്ച് വിളിയൊക്കെ അവിടെ കിടക്കും. പഴയ ദൈവദാസന്മാർ ദൈവമക്കളും പറയും, പ്രാർത്ഥിച്ചിട്ട് ദൈവം അനുവദിച്ചാൽ എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. ഇവിടെ എഴുതിയിരിക്കുന്നത്, കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, സഹോദരൻ എന്ന് പേര് പറഞ്ഞ ഒരാൾ പോലും അത്യാഗ്രഹിയോ ദുർനടപ്പുകാരനാണെങ്കിൽ ഡോണ്ട് ഹാവ് ഫെലോഷിപ്പ്, അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടായ്മ കൂടല്ല, ഭക്ഷണം പോലും കഴിക്കല്ല. ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, മേളിൽ ഒത്തിരി കാര്യങ്ങൾ, ക്രമം, മടി കൂടാതെ, ദുഷ്ടഹൃദയം, ഈ 3 വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് എംഫസിസ് കൊടുത്തിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ വല്ല കാര്യം അനുസരിക്കാത്തവരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യല്ല? ഡോണ്ട് ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദം. അവരുമായിട്ട് കൂട്ടുകൂടല്ല, കൂട്ടായ്മ കൂടല്ല എന്ന് പറഞ്ഞിട്ടാണ് അവനെ വെറുക്കണ്ട. ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കാത്ര വേണ്ടത്. കർത്താവ് നമ്മളോട് ചെയ്യുന്ന എന്തോ വീണ്ടും വീണ്ടും ചാൻസ് തരുന്ന പോലെ അവർക്കും മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? വെറുക്കാൻ പ്രമാണമില്ല. നമ്മുടെ പലപ്പോഴും ഈ ദിവസങ്ങൾ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കൂടെ ആരായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പോയി അല്ലെങ്കിൽ എന്തെങ്കിലും മാറിപ്പോകുമ്പോൾ അവരെങ്ങ് വെറുക്കുക. ആ സാത്താനല്ലേ അവരെ കൊണ്ട്, അവരുടെ ക്ഷീണത്തിലല്ലേ ക്ഷീണിച്ച് പോകുന്നത്. ശത്രു എന്ന് വിചാരിക്കണ്ട, കൂട്ടായ്മ കൂടണ്ട, പക്ഷേ കൃപയോടുകൂടി അവരെ ഓർപ്പിക്കണം, പ്രമാണം ഇന്നതാണ്. ദൈവമക്കളെ, അനേകരെ പ്രമാണം ഓർപ്പിക്കുവാൻ ദൈവം ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ ജീവിതം ഒന്ന് എന്ത് ചെയ്യാം? ക്രമപ്പെടുത്താം. ഈ ക്രമത്തിൻ്റെ അകത്ത് ഒത്തിരി വിഷയങ്ങളുണ്ട്. ഞാൻ മാറേണ്ട ഏരിയകളുണ്ട്, നിങ്ങൾ മാറേണ്ട ഏരിയകളുണ്ട്. നമ്മളാരും, യേശു മാത്രമേ ഉള്ളൂ പരിശുദ്ധൻ, ദൈവം മാത്രമേ ഉള്ളൂ വിശുദ്ധൻ.
നമ്മളൊക്കെ വിശുദ്ധിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നവരെ ജീവിതം ക്രമപ്പെടുത്തണം. അത് നമുക്കിഷ്ടമല്ലാത്തൊരു ഇളകുന്ന ഒരു ഏരിയയാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, പേഴ്സണൽ പ്രേയറിലൊക്കെ ഒത്തിരി അങ്ങോട്ട് സംസാരിക്കാതെ. നമ്മളെല്ലാം ഒത്തിരി സംസാരിക്കുന്നവരല്ലേ. ചിലപ്പോൾ എൻ്റെ കുടുംബം പറയും ഒത്തിരി സംസാരിക്കുവാന്ന് പറയും. ഞാൻ ചിലപ്പം കൗൺസിലിംഗുകാരെടുത്തും കൗൺസിലിങ്ങിലൊക്കെ പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഞാൻ തന്നെ ഇടയ്ക്കൊന്ന് നിർത്തും. അല്ല നിങ്ങൾ പറ, കാര്യം കുറച്ച് നേരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയാണോ എന്ന് ഞാൻ തന്നെ ഇടയ്ക്കൊന്ന് ശോധന ചെയ്യും. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ എന്തുവാ ചെയ്യുന്നത്? വി ടോക്ക് ടു മച്ച്. ഒത്തിരി അങ്ങോട്ട് നമ്മൾ പറയുക. പറച്ചിൽ എന്ത് ചെയ്യാം? ഒന്ന് കുറയ്ക്കാം. ഇനി കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം? കർത്താവിൽ നിന്നൊന്ന് ഒത്തിരി വിഷയങ്ങൾ ഇടപെടാനുണ്ട് ദൈവമക്കളെ. കുറച്ച് സമയമേ ഉള്ളൂ, ഒത്തിരി മാറാനായിട്ടുണ്ട്. പരിശുദ്ധനായ ദൈവത്തോടു കൂടിയാണ് വസിക്കേണ്ടത്. ക്രമപ്പെടുത്താം. ജീവിതം ക്രമപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ശുശ്രൂഷിക്കാൻ യോഗ്യമാകത്തുള്ളൂ. ജീവിതം ക്രമപ്പെടുത്തിയാൽ മാത്രമേ ഉള്ളൂ. എല്ലാ ഏരിയയിലും ഒന്ന് ക്രമപ്പെടുത്താം. എല്ലാവർക്കും ഇഷ്ടമാണ് ശുശ്രൂഷയിൽ അങ്ങ് കയറാൻ ഇഷ്ടമാണ്. ശുശ്രൂഷിക്കാനും പഠിപ്പിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടം. മറ്റുള്ളവരെ ഉപദേശിക്കാൻ, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആദ്യം നമ്മുടെ ജീവിതം എന്ത് ചെയ്യാം? ഒന്ന് ക്രമപ്പെടുത്താം. ക്രമപ്പെടുത്തുന്നതനുസരിച്ചാണ് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നത്. കൃപയോടുകൂടി ശുശ്രൂഷിക്കുമ്പോൾ ദാറ്റ് വിൽ ട്രാൻസ്ഫോം പീപ്പിൾസ് സോൾസ്. ഇല്ലേ? ആൾക്കാരുടെ സ്വഭാവം മാറും. ആൾക്കാരുടെ വ്യക്തിത്വങ്ങളെ മാറ്റുവാൻ അതിന് കൗൺസിലിംഗ് ഒന്നും പഠിക്കണമെന്നില്ല. ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ദൈവം നമ്മളെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ കണ്ട് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നപ്പോൾ ദൈവമക്കളെ നമ്മുടെ ജീവിതം വളരെ എക്സാമ്പിളായി തീരണം. നമ്മൾ വളരെ ശക്തരായി തീരണം. നമ്മൾ വളരെ അധ്വാനിക്കണം. ഈ ലോലഹൃദയമായി തീർന്നാൽ പോരെന്ന്. ഒത്തിരി വിഷയങ്ങൾ ഒക്കെ സാത്താൻ ഇനിയും നമ്മുടെ ജീവിതത്തിലിടും. നല്ല ധൈര്യമുള്ളവരായി തീരുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന. വലിയ വലിയ കാര്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ ഏൽപ്പിക്കാൻ പറ്റും? നമ്മളിപ്പോഴും ഒന്ന് ബലം പ്രാപിച്ചിട്ടുണ്ടോ? ദൈവം നമ്മളെ സ്ഥിരപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവ് ധൈര്യപ്പെടുത്തട്ടെ.